ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ദേവദൂതൻ എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റിയാണ്. ഇത് ആക്ച്വലി 2000 റിലീസായിട്ടുള്ളൊരു ഫിലിമാണ്. പക്ഷേ അത് വീണ്ടും റിലീസായത് 2024 ആഫ്റ്റർ 24 ഇയേഴ്സ് സംതിങ്. സോ ഞാനിത് ആ പടം ഇതിനു മുൻപ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ആകെ കണ്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് റീൽസും കാര്യങ്ങളും, ഏതെങ്കിലുമൊക്കെ ഷോർട്ട് റീൽസ് അവിടെ ഇവിടെയും ഒക്കെ, എക്സ്പെഷ്യലി ദാറ്റ് പാട്ടൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇൻസ്റ്റഗ്രാമിൽ. അല്ലാതെ ആ പടം ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് എ ഫ്രഷ് എക്സ്പീരിയൻസ് ഫോർ മീ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി എ ഫാന്റാസ്റ്റിക് ഫിലിം, ഫാന്റാസ്റ്റിക് തിയേറ്റർ എക്സ്പീരിയൻസ് ആസ് വെൽ. എക്സ്പെഷ്യലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിനകത്ത് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പം അതിൻ്റെ ഒരു എഫക്റ്റ് എക്സ്ട്രീംലി വേറെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്, ഇതൊരു സ്പോയിലറാണ് ആക്ച്വലി. നിങ്ങൾ ഇതുവരെ പടം കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അത് കഴിഞ്ഞിട്ട് റിവ്യൂ കണ്ടാലും മതിയായിരിക്കും. സിനിമ എന്ന് പറയുന്നത് മോഹൻലാൽ പഠിച്ചൊരു കോളേജിലേക്ക്, മോഹൻലാലിനെ ഒരു എൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഒരു ഇത് കണ്ടോ നിങ്ങൾ, ഒരു ഓർഗണോ, ഒരു പാട്ട് വായിക്കുന്ന ഒരു യന്ത്രമാണിത്. അതുപോലത്തെ ഒരു ഇത് വായിച്ചു എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ പഠനമെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ മോഹൻലാൽ ഇതേപോലെ വലിയ സംഗീതജ്ഞനാണ്. അതുകൊണ്ട് പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ആ കോളേജിൽ അപ്പം പഠിക്കുന്നവരുടെ ഒരു പരിപാടി കൊറിയോഗ്രാഫി ചെയ്യാനും അതിനെ ഒന്ന് സംഘടിപ്പിക്കാനും വേണ്ടിയിട്ടാണ് മോഹൻലാൽ തിരിച്ച് ആ കോളേജിലേക്ക് വരുന്നത്. ആ സമയത്ത് അന്ന് മോഹൻലാലിനെ ആ പുറകിലിരിക്കുന്ന ആ ഒരു സാധനം വായിച്ചിട്ട് പുറത്താക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് മോഹൻലാൽ അല്ല വായിച്ചതെന്നാണ് അന്ന് മോഹൻലാൽ പറയുന്നത്, ഇന്നും മോഹൻലാൽ പറയുന്നത്. സോ അതാരാണ് യഥാർത്ഥത്തിൽ വായിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് മോഹൻലാൽ വീണ്ടും ആ ഒരു കൊറിയോഗ്രാഫറുടെ വേഷത്തിൽ വീണ്ടും ആ കോളേജിലേക്ക് റീ എൻട്രി നടത്തുന്നത്. അങ്ങനെ മോഹൻലാൽ റീ എൻട്രി നടത്തുകയാണ്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫിലിം. അങ്ങനെ മോഹൻലാൽ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഈ പടത്തെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതെയാണല്ലോ ഞാൻ ഈ പടം പോയി കാണുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ഇതൊരു പ്രേതപ്പടമായി മാറുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. തുടക്കം തൊട്ട് നമുക്ക് എപ്പോഴും ഇപ്പോഴത്തെ ഒരു ആധുനിക ലോകത്ത് നമ്മൾ ഈ പ്രേതപ്പടങ്ങളൊക്കെ അങ്ങനെ വർക്കാകാൻ കുറച്ച് പാടായിരിക്കും. കാരണം നമുക്ക് കുറച്ചും കൂടെ നമ്മൾ സിനിമയെ പറ്റി ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ഭയങ്കര ഒരു പേടിയിലേക്ക് നമ്മൾ എത്തും ഈ പടത്തിൻ്റെ ഒരു തുടക്കത്തിൽ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാവ് പറന്നു പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓരോ വാല് തന്നെ തുറന്നു വരുന്നു, രാത്രിയിൽ തന്നെ പോയിട്ട് ഈ പുറകിലേക്ക് ഓർഗൻ തന്നെ വായിക്കുന്നതാണ്. ഏതൊരു അദൃശ്യ ശക്തി എന്നാണ് മോഹൻലാലിനെ പറ്റി പറയുന്നത്. അവിടെയാണ് നമ്മൾ ആ ഒരു സിനിമയുടെ പേരിൻ്റെ പ്രശസ്തി നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവദൂതൻ, അതായത് മോഹൻലാൽ ഒരു ദൈവത്തിൻ്റെ ദൂതനായിട്ട് ആണ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഏതോ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കാണ് മോഹൻലാൽ ഈ പടത്തിൽ ആ ഒരു കോളേജിലേക്ക് എൻട്രി നടത്തുന്നത്. ദേവദൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിലേക്ക്. അങ്ങനെ മോഹൻലാൽ ആ കോളേജിൽ എത്തുന്നു. പിന്നെ ആ ഒരു അദൃശ്യ ശക്തിയുടെ കളിയാണ് മുഴുവൻ നടക്കുന്നത്. മോഹൻലാൽ ഒരു നാടകം പോലത്തെ ഒരു പരിപാടി കൊറിയോഗ്രാഫി ചെയ്യാണല്ലോ വന്നിരിക്കുന്നത്. മോഹൻലാൽ വരുന്നു, മോഹൻലാൽ ഓട്ടോമാറ്റിക്കലി ഓരോരോ ഡയലോഗ്സ് മാറ്റി പറയുന്നു, ഓരോരുത്തരെ ആൾക്കാരുടെ പേര് മാറ്റാൻ തുടങ്ങുന്നു. കാരണം ഏതോ ഒരു ശക്തി മോഹൻലാലിനെ ഇങ്ങനെ ആ കഥ മുഴുവൻ ആ ശക്തിക്ക് പറയാനുള്ള കഥയാക്കിയിട്ട് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ് ഇത് മൊത്തത്തിൽ. അങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് മോഹൻലാലിൻ്റെയൊക്കെ ആക്ടിങ് ആണ്. ഇപ്പോഴത്തെ മോഹൻലാലിൻ്റെ ആക്ടിങ് കാണുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. ആക്ച്വലി അഭിനയിക്കാൻ ഉണ്ട് ഇതിനകത്ത്. കുറച്ച് കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പടത്തിൻ്റെ അത് കണക്റ്റ് ആവുള്ളൂ. മോഹൻലാൽ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ട ഒരാളാണ് മറ്റേ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ, ജയപ്രഭ എന്നെങ്ങാണ്ടാണ് പേര്. അത് തെലുങ്ക് നടിയാണ്. പാർലമെൻറ്റ് മെമ്പറൊക്കെ ആയിരുന്നു 10-15 വർഷത്തോളമൊക്കെ. അങ്ങനെ ആ നടിയുടെ അഭിനയം ഒരു രക്ഷയില്ല. സൂപ്പർ അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അഭിനയിച്ച് തകർത്തെന്ന് പറയാം. അതിനത്രയും അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടർ അതുകൊണ്ട് അത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തു. അതാണെങ്കിൽ കാണാനും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ത്രീയായിട്ടാണ് ഉള്ളത്. ഏറ്റവും നല്ല രീതിയിലാണ് അത് അഭിനയിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു ആക്ടിങ് ആണ്. അതിൻ്റെ ഒരു പവർഫുൾ ക്യാരക്ടർ, മീഡം ആഞ്ചലീന അലക്സാണ്ടർ എന്നോ അങ്ങനെ എന്തോ ഒരു പേര് വെച്ചിട്ടുള്ള, അതിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് തിയേറ്ററിലേക്ക് പോകുന്നതിന് നമുക്ക് യാതൊരു പ്രശ്നം. അതുപോലെ തന്നെ മറ്റേ നായിക, അതാണെങ്കിലും ഒരു രക്ഷയില്ല. സൂപ്പർ അഭിനയമാണ്. നല്ലൊരു ട്രീറ്റാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് അവരുടെ അഭിനയത്തിൽ നിന്ന്, അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതിൽ യാതൊരു സംശയമില്ല.
പിന്നെയാണ് ആ പാട്ടുകൾ എന്താ അലീന ട ട ട ആ ഒരു മ്യൂസിക് ലേഔട്ടാണ് എൻ്റെ തുടക്കം വരെയുള്ളൂ. പക്ഷെ അത് നമുക്ക് മറ്റേ ഈ ഇടയ്ക്ക് ഇറങ്ങിയൊരു പടം ഉണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം, അതിനകത്തൊരു ജ്ഞാപകം, ആ പാട്ട് തുടക്കം വരെ ഇട്ട് നമ്മളെ വെറുപ്പിക്കുന്ന പോലെയല്ല ഈ ടാ 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 അലീന എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം. ആ പാട്ട് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കെന്തോ ഒരു പേടിപ്പിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് തുടക്കം തൊട്ട് ഒടുക്കം വരെ വരുന്നുണ്ടായിരുന്നു. സോ ആ പാട്ടും ഒരു രക്ഷയില്ല. വിദ്യാസാഗർജി അയാൾ സംഗീതത്തിന്റെ രാജാവായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ദാറ്റ് വാസ് എ സൂപ്പർ അഭിനയം, സൂപ്പർ സോങ്. പിന്നെ ഈ പറയുന്ന ആ വലിയ നടിയുടെ ആ ഒരു ആൻറ്റിയുടെ ഒരു നായകന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, കണ്ണ് കാണാതെ അഭിനയിച്ചിട്ടുള്ള ഇത്, അതൊക്കെയാണല്ലോ നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആകുന്നതാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരാളെ കൊല്ലുന്നത് വലിയ പട്ടികളെ വിട്ട് കടിപ്പിച്ചിട്ട് കൊല്ലുന്നതൊക്കെയുണ്ട് ക്ലൈമാക്സിൽ. അതേപോലെ തന്നെ അയാളെ ജീവനോടെ ഒരു കുഴിയിലിട്ട് മൂടുക എന്നൊക്കെ പറയുന്നത് മൈ ഗോഡ്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. ആൻഡ് ഓൾസോ മുരളി എന്ന് പറഞ്ഞൊരു ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരു പഴയ നടൻ. ഇപ്പം മരിച്ചുപോയി. ആ നടൻ്റെ അഭിനയമാണെങ്കിലൊക്കെ എന്താ, അതൊരു കുതിരക്കാരനായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടിപ്പിക്കുന്ന ഇതുണ്ട്. അത് കാട്ടിൽ പോയിട്ട് ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, കുറേ നമ്മുടെ കൊടൈക്കനാലൊക്കെ പോകുന്ന പോലത്തെ കുറേ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ നീളത്തിലുള്ള മരങ്ങളും അതിൻ്റെ മഞ്ഞിനകത്തൊക്കെ ഇട്ടൊരു ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇറ്റ്സ് എ സൂപ്പർ ഫൈറ്റ്. ഒരു ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഒരു ഇതാണ് അതൊക്കെ നമുക്ക് തരുന്നത്. അങ്ങനെ മൊത്തത്തിൽ കോമഡി പടമല്ല, ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു എന്താ ഫിക്ഷൻ പോലത്തെ ഒരു പ്രേതം. പിന്നെ അവസാനം അതിനകത്ത് അസ്ഥികൂടമൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊക്കി വരുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. സോ അതൊക്കെ വളരെ നല്ലതാണ്. എനിവേ എല്ലാവരും അത് തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് കണ്ടാൽ ചിലപ്പോൾ പേടിയാകും. സോ എല്ലാവരും പോയിട്ട് കാണുക. ഇറ്റ്സ് എ സൂപ്പർ ഫിലിം. എനിവേ, thanks for watching this video. Like, share and subscribe for more videos. Thank you.